പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം കുറ്റിലിൽ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. വഞ്ചിക്കുഴി മാർത്തോമ പള്ളിക്ക് സമീപം താമസിക്കുന്ന രവി എന്ന രവീന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. മകൻ നിഷാദ് പോലീസ് കസ്റ്റഡിയിലാണ്. PR പ്രവീണയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്ക് പോകുന്നത്. പ്രവീണ, എന്താണ് സംഭവിച്ചത്? ഈ പോലീസ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം എന്നാണ് കാട്ടാക്കട പോലീസ് അറിയിക്കുന്നത്. കുടുംബ വഴക്കാണ് ഈ പ്രശ്നത്തിന് പിന്നിൽ. അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടായി. ഇതിനിടെ അച്ഛനെ മകൻ മർദ്ദിക്കുകയായിരുന്നു. മകന്റെ മർദ്ദനത്തിൽ, നിഷാദിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റാണ് 56 വയസ്സുള്ള രവി മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. എന്തായാലും കാട്ടാക്കട പോലീസ് ഇപ്പോൾ നിഷാദിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാക്കി ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ബാക്കി കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്താണ് കുടുംബ വഴക്കിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്നുള്ളതടക്കം അതിനിടയ്ക്കെങ്ങാനും ചെയ്ത ഒരു കൃത്യമായിട്ടാണോ? അങ്ങനെ പോലീസ് പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിൽ കുടുംബ വഴക്കുണ്ടായിരുന്നു. ആ കുടുംബ വഴക്കിന്റെ ഭാഗമായി അച്ഛനും മകനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്നാണ് മർദ്ദനത്തിലേക്ക് കാര്യം നീങ്ങുകയും അച്ഛൻ മർദ്ദനമേറ്റ് മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായത്. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യാനായി പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈദ്യപരിശോധന അടക്കം നടത്തിയ ശേഷമാകും ബാക്കി കാര്യങ്ങളിൽ സ്ഥിരീകരണം വരിക. ശരി, ഓക്കെ.